നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ടുണ്ട്, കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ അനീതി കാണിച്ചിട്ടുണ്ട്. നിരപരാധികളുടെ കണ്ണുനീര് നിങ്ങളുടെ പൂർവികർ ഈ ഭൂമിയിൽ വീഴുന്നതിന് നിങ്ങളുടെ പൂർവികർ കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ വിഗ്രഹാരാധകരായിരുന്നു, അന്ധവിശ്വാസികളായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എന്താണ് പോംവഴി? ആ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ തിരിച്ചു കിട്ടാൻ ബലിപീഠങ്ങൾ പണിയുക, ബലിയർപ്പിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുകയാണ് ഈ അനുഗ്രഹം തിരിച്ചു കിട്ടാൻ. നമ്മൾ കാണുന്നത് എന്തെന്നറിയാമോ? മൽക്കിസദേക്ക് അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞ വാക്യങ്ങൾ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കടാക്ഷം, സത്യദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവട്ടെ, ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അത്യുന്നതനായ ദൈവമാണ് അനുഗ്രഹീതനായ ദൈവം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് ഇപ്പോൾ ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് നിന്നെ ദൈവം സഹായിച്ചതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണയാണത്. ദൈവമാണ് നിൻ്റെ സമ്പത്ത്. അവിടുന്ന് നീ കൊള്ളയടിച്ച് കിട്ടിയ സമ്പത്തല്ല, ദൈവമാണ് നിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് അത് നീ മറന്നു പോകരുതെന്നാണ് മൽക്കിസദേക്ക് പറയുന്നത്. നമുക്ക് ദൈവം തന്ന നന്മകളൊന്നും മറന്നു പോകാതിരിക്കാനും, നമ്മൾ വന്ന വഴികളൊന്നും മറന്നു പോകാതിരിക്കാനും, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു കിട്ടാനും കഥ പറഞ്ഞില്ലേ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണമെന്ന്. എൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ മറന്നു പോകാതിരിക്കാൻ, ദൈവം നടത്തിയ വഴികൾ മറക്കാതിരിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു കിട്ടാൻ ഒരു വഴിയേ ഉള്ളൂ. അത് ദൈവത്തെ ആരാധിക്കുക, ബലിപീഠം പണിത് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുക. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭ്യസിക്കേണ്ട നന്മ ക്ഷമയുടെ ഒരു പുണ്യമാണ്. ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഏതെങ്കിലും മേഖല നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കറിയാം, മാനുഷികമായിട്ട് നമുക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ കർത്താവ് സഹായിച്ചാലേ പറ്റൂ. നമുക്കിന്ന് കർത്താവിന് മുമ്പിൽ ആ തീരുമാനം എടുക്കാം. എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ കരയിപ്പിച്ചവരോട്, എനിക്ക് അപമാനം തന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇനി ഒഴിവാക്കേണ്ട തിന്മയാണ് ശത്രുത, എനിമിറ്റി. നമുക്ക് ശത്രുത അവസാനിപ്പിക്കാനും ശത്രുത ഒഴിവാക്കാനും അതുപോലെ തന്നെ സ്നേഹത്തിൽ ജീവിക്കാനുമുള്ള ഒരു കൃപ കിട്ടാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അഭ്യസിക്കേണ്ട പുണ്യം ഫൊർഗിവ്നെസ്, ക്ഷമ, പാപം, ഒഴിവാക്കേണ്ട പാപം, എനിമിറ്റി, ശത്രുത. ടാസ്ക് ഇതാണ്. കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ ഗീതമാണ്. സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും സഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹഗീതം ഒരു 2-3 പ്രാവശ്യം ഒന്ന് വായിച്ച് നമുക്ക് അങ്ങനെ ഒരു എല്ലാവരെയും സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു കൃപ, ഹൃദയവിശാലത കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതൊന്ന് പല ആവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കിന്ന് ഈ ദിവസം നമുക്ക് ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയാം. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഘട്ടമാണ്. രണ്ടാമത്തേത് നമുക്കൊരു ദൈവികമായ വിശ്വാസം ആഴപ്പെടാനും പിന്നീട് ദൈവത്തോട് ആഴമായ ബന്ധം ഉണ്ടാവാനും ഒടുവിൽ സമർപ്പിക്കാനും ഒരു വിധത്തിൽ അങ്ങനെ 40 ദിവസം 10 ദിവസങ്ങൾ വീതമുള്ള 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മളതിനെ തിരിച്ചിട്ടുള്ളത്. ഞാനീ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ബുക്കിലോ ഡയറിയിലോ ഒക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതി വെക്കുക. പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥന ചൊല്ലുക. ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക. തിന്മ ഒഴിവാക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ എല്ലാ ദിവസവും പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ
ഒരു ഫാമിലി ട്രീയുടെ ചാർട്ടും അതുപോലെ തന്നെ ആൻസസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രെയറും നമ്മുടെ എൻകൗണ്ടർ ആപ്പിലും മൗണ്ട് കാർമലിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. 1 മണിക്കൂറെങ്കിലും നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ പെർപ്പച്വൽ അഡറേഷൻ നിത്യാരാധന നടക്കുന്ന ശുശ്രൂഷകളിൽ അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഉപവാസം എടുക്കാൻ സാധിക്കുന്ന അത്രയും 1 നേരമോ 2 നേരമോ അങ്ങനെയൊക്കെ ഉപവാസം എടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒരു ഉപവാസം എടുത്തോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റെല്ലാ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് ഇനിയും അത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിക്കുകയൂടെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ആരാധനയിൽ നമുക്കിതിനു വേണ്ട ആശീർവാദം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് തന്ന ചിന്തകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തലമുറകളായി നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ട എല്ലാ മേഖലകളിലും മൽക്കിസദേക്കിനെ പോലെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായ ഈശോ തൻ്റെ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു തരാൻ പ്രാർത്ഥിക്കാം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 25-ാം വാക്യം: വെട്ടുക്കിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു തുടങ്ങിയ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ തിന്ന് നശിപ്പിച്ച നിൻ്റെ സംവത്സരത്തിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന കർത്താവേ, ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കർത്താവേ ഈ ജനത്തെ സമർപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ തങ്ങളുടെ തന്നെയോ പാപങ്ങൾ മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവകൃപകൾ, ദൈവമേ അത് ഞങ്ങളിൽ നഷ്ടമാവാതിരിക്കാൻ, ഞങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ ഞങ്ങൾക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിൽ അനർത്ഥങ്ങളോ ആപത്തുകളോ അപകടങ്ങളോ ദുരിതങ്ങളോ കുടുംബത്തിലെ പരാജയങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ കർത്താവെ ഏതെങ്കിലും കണ്ണുനീരിൻ്റെ അനന്തരഫലങ്ങളോ ഞങ്ങളെ കുടുംബങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. കർത്താവെ, ഞങ്ങളുടെ നഷ്ടപ്പെട്ട നല്ല കാലങ്ങൾ തിരിച്ചു തരണമേ. കർത്താവെ, നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു തരണമേ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ആശീർവാദത്തിലൂടെ അവിടുന്ന് മൽക്കീസദേക്കിലൂടെ അബ്രാഹാമിനെ അനുഗ്രഹിച്ചതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ തലയിൽ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവിൻ്റെ ഈ ആശീർവാദം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. സന്തോഷവും സമാധാനവും ആരോഗ്യവും അഭിവൃദ്ധിയും നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പുനഃസ്ഥാപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രസാദകരമായ ഒരു ജീവിതമാക്കി മാറ്റട്ടെ. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിതുയർത്തട്ടെ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം ദൈവം തിരിച്ചു തരട്ടെ. നിങ്ങളുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറത്തക്ക വിധം ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. തലമുറകളായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും നന്മകൾ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ. കർത്താവായ യേശു വീണ്ടും നിങ്ങളെ പുനഃസ്ഥാപിച്ച് തലമുറകളായുണ്ടായ വിനാശങ്ങൾ പരിഹരിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ ശരീരരക്തങ്ങളുടെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.